ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കുക്കിംഗ് ആണല്ലോ. അപ്പോൾ എന്നും വെറൈറ്റി കുക്കിംഗ്, അങ്ങനെ സ്പെഷ്യലൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിചാരിച്ചു റൊട്ടീൻ ലൈഫല്ലേ, അപ്പോൾ അതൊന്ന് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എന്നോട് എപ്പോഴും പിള്ളേർ പറയാറുണ്ട്, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് എ ഡേ ഇൻ മൈ ലൈഫ്, അങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന്. അപ്പോൾ ഒരു ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഒരു വീഡിയോ ആക്കി ഇടാൻ. അങ്ങനെ നോക്കിയാൽ എനിക്ക് വീഡിയോ എടുക്കാനും സമയം കിട്ടത്തില്ല, എൻ്റെ ഒരു പണിയും നടക്കത്തില്ല. അപ്പം ഞാൻ ഓർത്തു ഒരു വെറൈറ്റി ആകട്ടെ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടായിരുന്നു. അപ്പോൾ വീറ്റിൻ്റെ പുട്ടുപൊടിയാണ്. അപ്പം ഞാൻ ആക്ച്വലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് മറ്റേ ചിരട്ടപ്പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിരട്ടപ്പുട്ടുണ്ടാക്കാൻ ചിരട്ടപ്പുട്ടിൻ്റെ പാത്രം തപ്പിയിട്ട് കിട്ടിയില്ല. അപ്പോൾ അല്ലാതെ സാധാ പുട്ടുണ്ടാക്കി. പുട്ടും പഴവും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ആങ്ങളയ്ക്ക് പുട്ടും ചെറുപയറും പപ്പടവും കൂട്ടി കഴിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് ഒരു വെറൈറ്റി. അപ്പം ചെറുപയറും ഉണ്ട്, പപ്പടവും ഉണ്ട്. അപ്പം ഇന്ന് രാവിലെ പുട്ടും ചെറുപയറും പപ്പടവും കൂടെ വെച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പപ്പടം ഫുള്ളായിട്ട് വറുത്താലൊന്നുമില്ല, ഞാൻ ചുമ്മാ ചെറുതാക്കി പൊള്ളിച്ചെടുക്കുന്നതേ ഉള്ളൂ. എളുപ്പവും കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി, ഇത് തിരിച്ച് യൂസ് ചെയ്യണ്ടല്ലോ, അതിനു വേണ്ടി. രാവിലത്തെ ചായ തൊട്ട് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ അത് നടന്നില്ല. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ടെടുക്കാം എന്ന് വിചാരിച്ചു. പപ്പടം പൊള്ളിച്ച് കഴിഞ്ഞ് അതേ അടുപ്പേ അരിയും വയ്ക്കാൻ, ചോറ് വയ്ക്കാൻ വെള്ളം വെച്ചു, അരിയിട്ടു. സ്നാക്സോ എന്തെങ്കിലും വെറൈറ്റിയോ ചെല്ലണമെന്ന് വെച്ചാൽ മാക്സിമം മണ്ണിൽ മധുരവ അല്ലെങ്കിൽ എണ്ണയാ. ഇത് രണ്ടും ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല ഇപ്പം. അതുകൊണ്ടാണ് കുക്കിംഗ് വീഡിയോ അടുത്ത് എന്തുവാ ഇടുന്നത്. ചാറുകറിയാണേലും ഞങ്ങൾക്ക് ഇവിടെ ചാറുകറിയും വേണ്ട, അതും ഉണ്ടാക്കിയാലും വെറുതെയാണ്. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് ചോറും ഒരു വെള്ളരിക്ക പച്ചടിയും മീൻകറിയുമാണ് ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത്. ആക്ച്വലി വെള്ളരിക്ക പച്ചടിയല്ല, വെള്ളരിക്ക ഇങ്ങനെ ചുമ്മാ പുഴുങ്ങി കൊടുത്താലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് പുഴുങ്ങിയിട്ട് അതിൻ്റെ കൂടെ ഇച്ചിരി തൈരും കൂടെ ചേർക്കുന്നേ ഉള്ളൂ. അപ്പോൾ പച്ചടി പോലെ കൂട്ടാൻ നല്ലതാണ്. അതിൻ്റെ ഇടയ്ക്ക് മീൻ വെള്ളത്തിൽ കിടക്കുന്നു. ബാക്കിയിരിക്കുന്ന പാത്രമെല്ലാം കഴുകി ഒരു സൈഡ് ക്ലീനിങ് പരിപാടി നടക്കട്ടെ. ഇന്ന് ഇച്ചിരി ജോലി കൂടുതലുണ്ട്, അതുകൊണ്ടാണ്. എൻ്റെ ഒരു കൊച്ചടുക്കളയാണ്, നിന്ന് തിരിയാനുള്ള സ്ഥലമേ ഉള്ളൂ. അതിനകത്താണ് ഈ പണിയെല്ലാം നടക്കുന്നത്. അങ്ങനെ ഏകദേശം പാത്രവും എല്ലാം കഴുകി അതും ഒരു സൈഡിൽ ഒടുങ്ങുമ്പം അടുത്ത പരിപാടി. അപ്പോൾ എനിക്ക് മീൻ കഴുകണം. അപ്പോൾ ഈ വാഷ് ബേസിൻ ഫ്രീ ആക്കിയാലേ ഒക്കത്തുള്ളൂ. അതിനാണ് ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യം എന്നെക്കൊണ്ട് നടക്കത്തില്ല. വെള്ളരിക്ക ഇങ്ങനെ ഞാൻ ഈ വെള്ളം മൂറ്റി കളയത്തില്ല, അത് പറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അരി നമ്മൾ ചോറ് വെന്ത് കഴിഞ്ഞു, ചോറ് വാർത്തിട്ട് അപ്പം മീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് വെള്ളം മാറ്റി ഇടയ്ക്ക് കൊടുക്കണം. എന്നിട്ട് ഞാൻ ഈ കഷ്ണം മീൻ ഇച്ചിരി ഗോതമ്പ് പൊടി ഇട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുത്തി വെച്ചിട്ടാണ് നല്ലപോലെ കഴുകുന്നത്. അതിൻ്റെ ഉളുമ്പ് സ്മെല്ലാം മാറി നല്ല ഇതായിരിക്കും. തൈര് വെച്ചും ചിലർ കഴുകാറുണ്ട്, ഞാൻ മാക്സിമം ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബീൻസും ക്യാരറ്റും കൂടെ ഒരു മെഴുക്ക് പുരട്ടിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മെഴുക്ക് പുരട്ടിക്ക് സ്പെഷ്യലൊന്നുമില്ല, എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. കടുക് പൊട്ടിച്ചു, സബോള, എല്ലാ മെഴുക്ക് പുരട്ടിയിലും മാക്സിമം ഞാൻ സബോളയോ ചുമന്നുള്ളിയോ ഇടാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഫ്ലേവർ ഞങ്ങൾക്കെല്ലാം ഇഷ്ടമാണ്. എന്നിട്ട് ബീൻസും ക്യാരറ്റും കൂടെ അരിഞ്ഞ് വെച്ചതിൻ്റെ കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ്, പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിരിയ മുളക് ഞങ്ങൾ ഈയിടെ ഉണക്കി പൊടിച്ചതായിരുന്നു, അപ്പോൾ വലിയ എരിവില്ല. ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഗരം മസാല കൂടെ ഇച്ചിരി ചേർത്താൽ നല്ല ടേസ്റ്റിയാണ്. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ശകലം വെള്ളം ഒഴിച്ച് ഇത് നല്ലപോലെ അടച്ച് വെച്ച് ഒന്ന് ആവി കയറി കഴിയുമ്പോൾ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം തുറന്ന് വെച്ചാൽ മതി. നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡിയാകും. വെള്ളം ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്തിട്ട് അടച്ച് വെച്ച് ആവി കയറ്റി വേവിച്ചാലും നല്ലതായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ബെന്നിക്ക് നല്ലപോലെ വെന്ത് കിട്ടണം, അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിച്ച് പറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെറിയ സ്റ്റവിലോട്ട് മാറ്റി വെച്ചു. ഇപ്പോൾ നമ്മൾ വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കിയല്ലോ, പച്ചടി ഉണ്ടാക്കിയിട്ട് അത് കടുക് പൊട്ടിച്ചതിൻ്റെ കൂടെ ചേർത്തിട്ട്
തൈര് ലാസ്റ്റ് കൂട്ടാൻ നേരം മാത്രമേ ഞാൻ ചേർക്കത്തുള്ളൂ. അടുത്തത് നമ്മുടെ മീൻകറിയാണ്. മീൻകറി വെക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പേ ഒത്തിരി പ്രാവശ്യം ഇട്ടിട്ടുണ്ട്, ഷോർട്സുമായിട്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകും ഉലുവായും ഇട്ടു. അത് പൊട്ടിക്കഴിയുമ്പം വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്തിട്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്രയും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇച്ചിരി മല്ലിപ്പൊടി ഞാൻ ചേർക്കാറുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളച്ച് കഴിയുമ്പം പുളി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഈ വെള്ളം നല്ല തിളച്ച് കഴിയുമ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീനും ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡിയായിട്ടുണ്ട്. അത് ഓഫ് ചെയ്തു. അപ്പം മീൻകറിയും റെഡിയായിട്ടുണ്ട്. അപ്പോൾ തൈരും കൂടെ ചേർത്ത് പച്ചടിയും റെഡിയായിട്ടുണ്ട്. വെള്ളരിക്ക ഉപ്പിട്ട് വേവിച്ചതായതുകൊണ്ട് തൈര് ഇടുമ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ലഞ്ച് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.